ഹല്ലേലൂയ. നമുക്ക് ആദ്യം വേണ്ടത് നന്ദിയാണ്. നന്ദി പറയുന്ന വ്യക്തിയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് നമുക്കൊന്നും ഒരു യോഗ്യതയില്ല. നമ്മുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ യോഗ്യതയാണ്. യേശുക്രിസ്തുവിന്റെ യോഗ്യത. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 10 കുഷ്ഠരോഗികള് യേശു സമരിയാരോട് കടന്നു പോകുമ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെ നിന്ന് യേശുവേ ദാവീദിന്റെ പുത്രൻ ഞങ്ങൾക്ക് കനിയണമെന്ന് വിളിച്ചപേക്ഷിച്ചു. യേശുവിനെ നോക്കുക മാത്രമല്ല, ഒന്നും ചോദിച്ചില്ല. എന്താ നിന്റെ രോഗം, എത്ര വയസ്സായി, എവിടുന്നാ വരുന്നേ, ഏത് ഡോക്ടറാണ് ചികിത്സിക്കുന്നത്, ഒന്നും ചോദിച്ചോ? ഈശോ അവരെ നോക്കുക മാത്രമേ ഉള്ളൂ. ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി പുരോഗതി കാണിച്ചു കൊടുക്കുക. പോകുമ്പോഴേ അവർ സുഖപ്പെട്ടു. അതിൽ ഒരാളെ മാത്രം തിരിച്ചു വന്നു. അതൊരു സമയക്കാരനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു വ്യക്തി വന്ന് കുറെ ഭാരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ വിസയുടെ പരിപാടി ഒന്നും ആയിട്ടില്ല, ഞാൻ റെഫ്യൂജിയാണ് ഇവിടെ, എനിക്ക് വിസയുടെ ഒത്തിരി പരിപാടികൾ നടക്കാനുണ്ട്, അതിനോർത്ത് എനിക്ക് ഉറക്കം വരുന്നില്ല, ഇനി അത് കിട്ടിയിട്ട് വേണം എൻ്റെ ഭാര്യയെ കൊണ്ടുവരാൻ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയണം, ഒത്തിരി കട എനിക്ക് വീട്ടിലുണ്ട്, പിന്നെ അദ്ദേഹത്തിന് ബലഹീനതകൾ, പാപപ്രവണതകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, ഇത് വല്ലതും നടക്കുമോ? അതിനാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുവാണ്, എനിക്ക് വിസ കിട്ടുമോ, എൻ്റെ ഭാര്യയ്ക്ക് വരാൻ പറ്റുമോ, എൻ്റെ കൊച്ചിൻ്റെ പഠനം, എൻ്റെ ഈ മദ്യപാന ആസക്തി, എൻ്റെ ഈ പാപത്തിൻ്റെ പ്രവണതയൊക്കെ മാറുമോ എന്ന് ചോദിക്കുക. എന്താണ് മറുപടി പറയേണ്ടത്? ഇതെന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാനോട് ചർച്ചയിൽ എന്തെങ്കിലും നടക്കാം, പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു. അദ്ദേഹം വന്നത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നുള്ളൂ. അത്ഭുതം എന്താണ്? ഈ കടം മാറണം, വിസയുടെ പരിപാടി മാറുന്നതൊക്കെ ശരിയാണ്. അത്ഭുതം. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ കണ്ണട ചെന്നപ്പോ ഞാൻ പറഞ്ഞു, ഇതാ ഒരു അത്ഭുതം ഞാൻ കാണുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര പ്രത്യാശയായി. കണ്ണു നോക്കി ചോദിച്ചു, അത്ഭുതം എന്താണ് ഈ മിറക്കിള്? ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ കാണുന്നത് നിങ്ങൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. ചേട്ടനോട് ജീവനോടെ ഉണ്ട്. ഇതാണ് അത്ഭുതം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കും, ഇതാണോ അത്ഭുതം? അപ്പൊ ഞാൻ, എനിക്ക് ഇത്ര കഥാപാടുന്നു, നിങ്ങളിവിടെ ഉണ്ടല്ലോ എപ്പോഴും. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛനോട് ശരിയാ, എൻ്റെ കൂട്ടുകാർ 3 പേര് കോവിഡ് കാലത്ത് മരിച്ചുപോയി, ഞാനും ആത്മഹത്യക്ക് 2 പ്രാവശ്യം ശ്രമിച്ചതാണ്. ഞാൻ ചോദിച്ചു, ഇതിനോർത്ത് എന്തെങ്കിലും അത് അനുഭവിച്ച് മുമ്പസാരിക്കുകയോ ദൈവത്തിന് നന്ദി ചെയ്തിട്ടുണ്ടോ? അതില്ല. അപ്പൊ അദ്ദേഹം പറയണം, അപ്പൊ ഞാൻ കുറേ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാ, അത് ശരിയാണല്ലോ, അതിന് നന്ദി പറഞ്ഞില്ല, അതിന് നന്ദി പറഞ്ഞു. അങ്ങനെ നന്ദി പറയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് അദ്ദേഹം പറയാ, എന്തെന്നില്ലാത്ത സമാധാനം എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നു. അപ്പൊ ഒന്ന്, നിനക്ക് സമാധാനം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയാവോ? നന്ദി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എത്ര പേര് ഈ ഇറ്റലിയിൽ വരാനായിട്ട് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നൊവേനയൊക്കെ എടുത്ത് കാത്തിരുന്നവരുണ്ട്? കൈ തുറന്നു. നിങ്ങൾ ആത്മാർത്ഥ ഈശ്വരം പറ. കൈ താത്തിയിട്ടോ? ഇവിടെ വന്നിട്ട് നിങ്ങൾ അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? പിശാചിന്റെ ആദ്യത്തെ പരിപാടിയാണ് ഈ കിട്ടാത്ത കാര്യങ്ങൾ ഓർത്ത് ചെയ്തതിനെ കുറിച്ച് നന്ദി പറയിപ്പിക്കുക. ഇന്ന് സുധീർക്കുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരോട് ആദ്യം പറയേണ്ടത്? ദൈവത്തോട് നമ്മൾ പഠിക്കണം. ദൈവത്തോട് നമ്മൾ പറഞ്ഞു പഠിക്കണം. ദൈവത്തിന് മാത്രം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് 119 സങ്കീർത്തനം 26 വചനം പറയുകയാണ്. 110:26, ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരവരുളി, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ അവസ്ഥ നീ വിവരിക്കേണ്ടത് ആരോടാണ്? നീ എന്താണെങ്കിലും അത് ദൈവത്തോട് പറയുക. ദൈവത്തിന് മാത്രമേ നമ്മൾ മനസ്സിലാവുകയാണ്. ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ യൂറോപ്പിലെ ആഞ്ചലിക് യൂണിവേഴ്സിറ്റിയിലെ തിയോളജി ദൈവശാസ്ത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ഉപരിപഠനം. എന്തിനാണ് സത്യത്തിൽ ഇതൊക്കെ പഠിക്കുന്നത്? ഞാൻ പഠിപ്പിച്ച പ്രൊഫസർ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഒരു തിയോളജി, ഒരു ദൈവശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. വചനവും ദൈവശാസ്ത്രം നമ്മൾ അല്പം പഠിക്കുന്നതല്ല, നിങ്ങളെ ചെറിയ ദൈവശാസ്ത്രം പഠിപ്പിക്കുക. അപ്പോൾ അത് റെഡിയാണോ? ഒന്ന് കൈ ഈശോയുടെ ഉയർത്തി പിടിച്ചെന്നിട്ട് പറഞ്ഞു, ഈശോയെ അങ്ങ് എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണമേ, അങ്ങയുടെ എളിമ എനിക്ക് തരണമേ, അങ്ങയുടെ
തരണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആമേൻ. ആ പ്രൊഫസർ പഠിച്ച ദൈവശാസ്ത്രം ഇതാണ്. തോമസ് അക്വിനാസ് എന്ന വിശുദ്ധന്റെ ആ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് പിതാവ് ലോകത്തിലേക്ക് വരാതിരുന്നത്? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ആദ്യം ലോകത്തിലേക്ക് വന്നില്ല? ആരാണ് ലോകത്തിലേക്ക് വന്നത്? പുത്രൻ. ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? എന്തുകൊണ്ട് പിതാവ് വന്നില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആദ്യം വന്നില്ല? അപ്പൊ അതിന്റെ ദൈവശാസ്ത്രപരമായ ഉത്തരം വിശുദ്ധ തോമസ് അക്വിനാസ് നൽകുന്നത് ഇങ്ങനെയാണ്: നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ ആദ്യം എന്താ ഉണ്ടാക്കുന്നത്? അതിന് പ്ലാൻ ഉണ്ടാക്കും. ഈ ബ്രദർക്ക് കോൺട്രാക്ടർ ജോലിക്ക് പോകുന്നതാണ്. ഒരു കെട്ടിടം നമ്മൾ പണിയുമ്പോൾ അതിന് പ്ലാൻ ഉണ്ടാക്കും ആദ്യം. അതിന് ബ്ലൂ പ്രിന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, ഇതുപോലെ ഒരെണ്ണം പണിയണമെങ്കിൽ പിന്നെ എന്തുണ്ടാകണം? അതിന്റെ പ്ലാൻ എടുക്കണം. ഒരു കെട്ടിടം ഭൂകമ്പത്തിൽപ്പെട്ട് നശിച്ചു, അത് ഭൂമിയിലുണ്ടായി, വെള്ളപ്പൊക്കത്തിൽ അപ്രത്യക്ഷമായി. അങ്ങനെ ഒരു കെട്ടിടം ഇനി പണിയണമെങ്കിൽ അതിന്റെ ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്.